ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ പലവിധ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്കുള്ളതാണ്. പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരുടെയും വിദ്യാർത്ഥികളുടെയും പ്രത്യേക മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയോടുള്ള ഒരു നൊവേനയാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ഈ പുണ്യാളനോടുള്ള പ്രാർത്ഥനകൾ ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇതൊരു അത്ഭുത നൊവേനയാണ്. അനേകരുടെ ജീവിതത്തിൽ അവിശ്വസനീയമാംവിധം ഫലം കണ്ടിട്ടുള്ള നൊവേനയാണ്. പഠിക്കാൻ കഴിവ് കുറഞ്ഞ മക്കളൊന്നും ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. ഈ പുണ്യാളന് നിങ്ങളെ വലിയ ഇഷ്ടമാണ് കേട്ടോ. മാധ്യസ്ഥ്യം തേടിക്കോളൂ. പുണ്യാളൻ നിങ്ങൾക്കായി ഈശോയോട് പ്രാർത്ഥിക്കും. ഇനി പരീക്ഷയെ നിങ്ങൾ ഭയപ്പെടേണ്ട. SSLC +2 പരീക്ഷകൾ എഴുതുന്നവർ, IELTS, OET, B2, RN തുടങ്ങിയ എല്ലാവിധ പരീക്ഷകൾക്കായി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഇനി ഒട്ടും മടിക്കേണ്ട. ഇപ്പം തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, അത്ഭുതം കാണാം. ഇത്രയും ഉറപ്പിച്ചു പറയാനായിട്ട് ഒരു കാരണമുണ്ട്. എനിക്കൊരു പ്രായമായ സിസ്റ്ററിനെ അറിയാം കേട്ടോ. കുപ്പർത്തീനോസ് അമ്മയെന്നാണ് ചെറുപ്പത്തിലെ ഞങ്ങളെല്ലാം അമ്മയെ വിളിച്ചിരുന്നത്. കാരണം ഈ പുണ്യാളൻ്റെ വലിയ ഭക്തിയാണ് ഈ അമ്മ. അതെന്താണെന്നോ, ഈ അമ്മയ്ക്ക് പഠിക്കാൻ വലിയ കഴിവൊന്നും ഇല്ലായിരുന്നു. സിസ്റ്റർ ആകാനുള്ള ആഗ്രഹം കൊണ്ട് മഠത്തിൽ ചേർന്നതാണ്. പക്ഷേ മഠത്തിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നടത്തുന്ന പരീക്ഷകൾക്കെല്ലാം ഈ അമ്മ തോറ്റുപോവുകയാണ്. കൂടെയുള്ള ബാച്ചിലുള്ള എല്ലാവരെയും അപേക്ഷിച്ച് ഒട്ടും പഠിക്കില്ലാത്തത് ഈ അമ്മയാണ്. പഠിക്കുന്നതൊന്നും ഓർത്തിരിക്കാനായിട്ട് അമ്മയ്ക്ക് പറ്റണില്ല. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ വിശുദ്ധനെക്കുറിച്ച് അമ്മ കേൾക്കുന്നത്. അന്ന് മുതൽ ഒരു സുഹൃത്തായി വിശുദ്ധനെ കൂടെ കൂട്ടി. പഠിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, പിന്നീട് പെട്ടെന്നാണ് എല്ലാവരെയും അതിശയപ്പെടുത്തുന്ന വിധത്തിൽ ഈ അമ്മയിൽ മാറ്റങ്ങൾ കണ്ടുവരാൻ തുടങ്ങിയത്. തുടർന്ന് അവിടെ നടത്തുന്ന പരീക്ഷകളിലെല്ലാം ഈ അമ്മ ഫുൾ മാർക്കോടെ പാസ്സാകാനായിട്ട് തുടങ്ങി. ആ വിജയം പിന്നീട് അമ്മയുടെ ജീവിതത്തിൻ്റെ അവസാനത്തോളം തുടർന്നു എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. അമ്മയുടെ കൂടെ താമസിച്ച സിസ്റ്റേഴ്സൊക്കെ അത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പുണ്യാളനാണ് എന്നെ പഠിക്കാൻ സഹായിക്കുന്നതെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്കായി അവർ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് ഈ നൊവേന കേട്ട് പ്രാർത്ഥിക്കൂ. മക്കൾ പ്രാർത്ഥിക്കൂ. തുടർച്ചയായി വരുന്ന 9 ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിലേതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുത്ത്, ഉദാഹരണത്തിന് ഒരു തിങ്കളാഴ്ചയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 9 തിങ്കളാഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. അതായത് 9 ആഴ്ച, ഒന്നെങ്കിൽ തുടർച്ചയായി വരുന്ന 9 ദിവസങ്ങൾ, അല്ലെങ്കിൽ 9 ആഴ്ച, ആഴ്ചയിൽ ഒരു ദിവസം വെച്ച്, അങ്ങനെ 9 ആഴ്ച നിങ്ങളുടെ ഇഷ്ടം പോലെ ഈ നൊവേന പ്രാർത്ഥന ചൊല്ലി മക്കൾക്കായി പ്രാർത്ഥിക്കൂ. മക്കൾ പ്രാർത്ഥിക്കൂ. ഈശോ ഉന്നത വിജയം നൽകി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയുടെ മാധ്യസ്ഥ്യം തേടി ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. പ്രാർത്ഥന. തിരസ്കരിക്കപ്പെട്ടപ്പോഴും മാറ്റി നിർത്തപ്പെട്ടപ്പോഴും ദൈവത്തിൽ അടിയുറച്ചാശ്രയിച്ച് വിശുദ്ധിയിൽ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ച വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയെ, ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ ക്ഷമയോടെ നേരിടാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭയവും സംശയവും കൂടാതെ പരീക്ഷയിൽ ഉത്തരങ്ങൾ എഴുതാനും പഠിച്ചവ ഓർമ്മിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാനും ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കാനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവിക ശക്തിയാലും അറിവിനാലും ഞങ്ങളെ നിറയ്ക്കാൻ കൂടെയുണ്ടാകണമേ. പഠിക്കുമ്പോഴും പരീക്ഷാ സമയത്തും ഞങ്ങളുടെ ബുദ്ധിയെ തെളിമയുള്ളതും ഗ്രഹിക്കാൻ ശക്തിയുള്ളതുമാക്കി തീർക്കാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥന. വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയെ, ചെറുപ്പകാലത്ത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മൂലം എല്ലാവരാലും അങ്ങ് തിരസ്കരിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാനും ആരെല്ലാം ഉപേക്ഷിച്ചാലും ദൈവത്തിൽ അടിയുറച്ചാശ്രയിച്ച് വിശുദ്ധ ജീവിതം നയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
മനസ്സിലുള്ള ആശയങ്ങൾ പുറത്തു പ്രകടിപ്പിക്കുന്നതിനും മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുന്നതിനും പലപ്പോഴും അങ്ങേറെ കഷ്ടപ്പെട്ടു. സഹപാഠികളുടെയും അധ്യാപകരുടെയും ഇടയിൽ അത് പരിഹാസത്തിന് കാരണമായി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടി പഠിക്കാനും ഉത്തരങ്ങൾ നൽകാനും ഞങ്ങളെ സഹായിക്കണമേ. വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യൗവന കാലഘട്ടത്തിൽ പഠന വൈകല്യം മൂലമേറെ വേദനകൾ അങ്ങ് സഹിച്ചു. പല സ്ഥലങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തു. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനും വിശുദ്ധിയിൽ വളരാനും അങ്ങേറെ പരിശ്രമിച്ചു. പരീക്ഷകളിലും ജോലി അന്വേഷണങ്ങളിലും ആത്മവിശ്വാസവും ദൈവാശ്രയബോധവും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരീക്ഷാ സമയങ്ങളിൽ ഞങ്ങൾ അങ്ങയുടെ സഹായം പ്രത്യേകം തേടുന്നു. പഠിച്ചവ ഓർമ്മിക്കാനും നല്ലവണ്ണം ഉത്തരങ്ങൾ നൽകാനും ഞങ്ങളെ സഹായിക്കണമേ. അധികാരികളെയും അധ്യാപകരെയും സ്നേഹിക്കാനും സഹപാഠികളുടെ വേദനകളിൽ അവരെ സഹായിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കിയാലും. വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പഠനത്തിൽ പിന്നോക്കമായിരുന്നെങ്കിലും ദൈവിക വെളിപാടുകളും ജ്ഞാനവും കൊണ്ട് അങ്ങയെ നിറയ്ക്കാൻ ദൈവം തിരുമനസ്സായി. അക്കാലഘട്ടത്തിൽ എല്ലാവരും അങ്ങയെ മാറ്റി നിർത്തിയെങ്കിലും ദൈവം അങ്ങയുടെ കൂടെയുണ്ടായിരുന്നു. വായിച്ചും പഠിച്ചും ഞങ്ങൾ ആർജിക്കുന്ന അറിവുകളേക്കാൾ ദൈവത്തിൻ്റെ മുഖത്തു നിന്നും പ്രസരിക്കുന്ന ജ്ഞാനത്താൽ നിറയാൻ ഞങ്ങളെ സഹായിച്ചാലും. വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ജ്ഞാനം അഭ്യസിക്കുവിൻ, വഴിതെറ്റിപ്പോകരുത്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. തേജസ്സുറ്റതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോകുകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു. അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. ദൈവമായ കർത്താവിന് സ്തുതി. പരീക്ഷയ്ക്കൊരുക്കമായുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ട ഈശോയെ, ഇന്നു പരീക്ഷയ്ക്കായി കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ആകുലതകളും ഉത്കണ്ഠകളും അവിടുന്ന് ഏറ്റെടുക്കണമേ. സമാധാന രാജാവായ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വാഴേണമേ. അങ്ങയുടെ കരങ്ങളിലാണ് ഞാനെന്നുള്ള വിശ്വാസം എന്നിൽ ഉറപ്പിക്കണമേ. ചോദ്യങ്ങൾ ഗ്രഹിക്കുവാനും ഉത്തരങ്ങൾ മനോഹരമായി എഴുതുവാനും എന്നെ സഹായിക്കണമേ. കഠിനാധ്വാനത്തോടെ ഞാൻ മനസ്സിലാക്കിയ ഉത്തരങ്ങൾ തെറ്റുകൂടാതെ അവതരിപ്പിക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കണമേ. പരീക്ഷയ്ക്കൊരുങ്ങുന്നവരുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ കേട്ടരുളയണമേ. ആമേൻ. വചനം ഏറ്റുപറയുക. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 5-ാം തിരുവചനമാണ്. ഈ വചനം നിങ്ങൾ പലയാവർത്തി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. സമാപന പ്രാർത്ഥന. ചെറുപ്പകാലത്തു പഠന സംബന്ധമായ ധാരാളം പ്രതിസന്ധികളെയും വിഷമങ്ങളെയും അതിജീവിക്കേണ്ടി വന്ന വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയെ അത്ഭുതകരമായ ജ്ഞാനത്താൽ നിറച്ച് വെളിപാടുകളിലൂടെ വഴി നടത്തി സഭയിൽ പ്രശോഭിക്കുന്ന താരവും വിശുദ്ധിയുടെ നിറകിടവുമാക്കി മാറ്റിയ നല്ല ദൈവമേ,
എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തെയും മാതാപിതാക്കളെയും അധ്യാപകരെയും അനുഗ്രഹിക്കണമേ. സർവോപരി ദൈവീക ജ്ഞാനത്താൽ നിറയുന്നതിനും അതിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനും എനിക്ക് കൃപ നൽകണമേ. വിദ്യാർത്ഥികളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ കേട്ടരുളേണമേ. ആമേൻ.